ഞങ്ങൾ കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടി ജാഥയായിട്ട് ഭാരതമാതാക്ക് ജയ് വിളിച്ചുകൊണ്ട് ശ്രീനാരായണപുരത്തോടൊക്കെ നടന്ന് കോഴങ്കാവ് വഴി ഇങ്ങനെ SND സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. ഒരു ചെറിയ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് ആർമിസായ അന്നത്തെ ഓർമ്മ. പിന്നെ അച്ഛൻ്റെ ഓർമ്മകളാണ്, അച്ഛൻ ജയിലനുഭവിച്ച ക്ലേശങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ട്. സാവു പറഞ്ഞത്. അത് പറയുകയാണെങ്കിൽ ഇന്ന് വിചാരിച്ചാലും തീരില്ല, നാളെ പറഞ്ഞാലും തീരില്ല, മറ്റന്നാൾ പറഞ്ഞാലും തീരില്ല, അതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞാലും തീരും. അത്രയ്ക്കധികമാണ് അതിൻ്റെ കിടപ്പ്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അപ്പം അതിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ 2 കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അച്ഛൻ ഒരു എവിടെയോ കോഴിക്കോടാണെന്ന് തോന്നുന്നു, ജയിലായിരുന്ന സമയത്ത് അച്ഛൻ നല്ല പനി ഉണ്ടായിരുന്നു, ഡിസെൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വരാൻ വയ്യ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വാർഡനുണ്ട് പുറത്ത്. ആ വാർഡൻ നേരെ വൈകിയതിന് അച്ഛൻ്റെ 2 കവളത്തിൽ ഉറട്ടുണ്ട്, മൂക്കിന് ചോര പറഞ്ഞു. അതൊരു സംഭവം. പിന്നെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊണ്ട് അവർ ധാരാളം ജോലി എടുപ്പിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അച്ഛൻ മടല് തല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അച്ഛൻ്റെ കീഴ്സ്റ്റയിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. ആ ഭഗവത്ഗീത അച്ഛനെടുത്ത് അതിൽ 4 വരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വാർത്തകൾ ഓടി വന്നു ഈ പുസ്തകം തട്ടിപ്പൊളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ആ ഭഗവത്ഗീത ഉണ്ടായിരുന്ന കല്ല് രാത്രി കൊണ്ടടിച്ചു. 2 പേർക്ക് ചതഞ്ഞു, അപ്പത്തന്നെ ചതഞ്ഞു. അതുപോലെ ഇതിപ്പോൾ 2 കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 100 കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിദേശ വസ്ത്രബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അച്ഛൻ 2.5 കൊല്ലമാണ് കിടന്നത്. 2.5 കൊല്ലം. ഈ 2.5 കൊല്ലത്തിൽ 21 ദിവസം നിരാഹാരം ഉണ്ടായിരുന്നു. 21 ദിവസം നിരാഹാരം. അപ്പോൾ ഇവിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പോയി കാണുന്നതാണ് എപ്പോഴാണ് മരിക്കണേന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പോയി കണ്ടു. അപ്പം ഇവിടുന്ന് പോയപ്പോൾ അച്ഛൻ്റെ അനുജൻ കൊടുത്തുകൊണ്ട് പോയത് ഖദർ മുണ്ടല്ല, ഒരു സാധാരണ മുണ്ടാണ് കൊടുത്തുകൊണ്ട് പോയത്. ആ 21ാമത്തെ ദിവസം വർത്തമാനം പറയാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് അച്ഛൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എടാ നിനക്കൊരു ഖദർ മുണ്ട് കിട്ടിയില്ലേ കൊടുക്കാനായിട്ട് ആ സമയത്ത്. അതുപോലെ ഓരോ ജയിലിലും ഇതുപോലെ 100 ക്ലേശങ്ങളൊക്കെ. ചില ഭക്ഷണം ഇന്നത്തെ ജയിലുകളുള്ള ശുചീകരണമോ ഭക്ഷണത്തിനുള്ള സുലഭത ഒന്നും അന്നുണ്ടായിരുന്നില്ല. ചില ഭക്ഷണത്തിലൊക്കെ കോഴി പ്രാവ് കാട്ടിയും അങ്ങനെയൊക്കെയുള്ള ബ്രിട്ടീഷുകാരുടെ ഭക്ഷണമൊക്കെ അന്നത്തെ ജയിലിൽ അങ്ങനത്തെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുള്ളവർ 2.5 കൊല്ലം ചില ജയിലുകളിൽ, ചിലത് 3 കൊല്ലം ചില ജയിലുകളിൽ, ചില ജയിലുകളിൽ വേറെ തരത്തിൽ ഒക്കെ അവർ കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ച് ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് നേടിത്തന്നു. പിന്നെ അച്ഛൻ്റെ ഈ ഇത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ അന്നത്തെ വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ മനുഷ്യർക്കൊക്കെ ആക്ഷേപങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവരൊന്നും ആരും ഒന്നും ഉന്നയിച്ചില്ല. കേശവൻ നായരുടെ ഭഗവത്ഗീത തട്ടിപ്പറിച്ചെടുത്തതിന്
അവർ എല്ലാവരും അന്ന് ഊണിടിച്ചില്ല. അങ്ങനെ മജിസ്ട്രേറ്റ് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞൊക്കെ പറഞ്ഞ കേട്ടത്. പിന്നെ പല ജയിലിലും ഇതുപോലെ നൂറ് അനുഭവങ്ങൾ. അപ്പോൾ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കുറു നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയത് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക്. പിന്നെ സുഖദേവ്, രാജ്ഗുരു, സുഖദേവ്, പിന്നെ ഒരാൾ കൂടിയിട്ടല്ല, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നീ നേതാക്കളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേക്കിയതിന് അച്ഛൻ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രസംഗിച്ചതിന് അച്ഛനെ ബലം വെച്ച് കോഴിക്കോട് സഭയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഈ ഓരോ കാര്യത്തിന് നിസ്സാര കാര്യങ്ങളും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പ്രവർത്തനം നിലച്ചു, കഠിനമായ ശാരീരിക ആയിട്ടുള്ള കഠിനമായി വർദ്ധിപ്പിക്കുക, ഭക്ഷണം സുഖമില്ല, കിടപ്പ് സുഖമില്ല, മൂട്ടകടി. കോയമ്പത്തൂർ ജയിലിൽ മൂട്ടകടി ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു അച്ഛൻ പറയാറുണ്ട്. മൂട്ടകടിയും ഭക്ഷണ സുഖമില്ല, കിടപ്പ് സുഖമില്ല, ഒന്നുമില്ലെങ്കിലും കോയമ്പത്തൂരെ കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു അച്ഛൻ പറഞ്ഞായിരുന്നു. കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, പറയാനൊന്നും അറിയാൻ പറ്റുന്നതൊന്നും തീരുന്നതല്ല. എൻ്റെ ഓർമ്മക്കുറവുണ്ട് കുറേ. എനിക്ക് അന്ന് 6 വയസ്സാണ് 2ാം ക്ലാസ്സിൽ. അപ്പോൾ ശരിക്കും 82 വയസ്സാണ് 75ാം വാർഷികയിലത്. അപ്പോൾ 82 വയസ്സായി എനിക്ക്. ഓർമ്മക്കുറവുണ്ട്, എല്ലാവരും ഉണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഞാൻ പറയാൻ കഴിയുന്നില്ല. ഏതാണ്ട് 1-2 സംഭവങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പം 2.5 കൊല്ലവും 3 കൊല്ലവും 5 കൊല്ലവും ഈ ജയിലിൽ കിടന്ന് അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ ശിക്ഷ അനുഭവിച്ച് ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും, എൻ്റെ അച്ഛൻ മാത്രമല്ല, ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ സ്കൂളിൽ വേക്കോട് ഗോപാലകൃഷ്ണൻ വിദ്യാഭ്യാസികളുണ്ട്. അവിടുത്തെ ഒരു രാമൻകുട്ടി പണിക്കലുണ്ടായിരുന്നു ജയിലിൽ. ആ രാമൻകുട്ടി പണിക്കൽ ജയിലിൽ കിടന്ന് മരിച്ചത്. ബ്രിട്ടീഷുകാരുടെ വാർഡന്മാരെ അടി കൊണ്ടാണ് രാമൻകുട്ടി പണിക്കൽ മരിച്ചത്. അങ്ങനെ എത്രയോ ആളുകൾ അവിടെ തന്നെ കിടന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ജയിൽവാസം. അത് തലമുറയാണ്. അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനിക്കുക. ഇത്രയധികം ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ മാനിക്കുക. ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും അത്രയ്ക്കധികം ക്ലേശങ്ങൾ ജയിലിൽ കിടന്ന് ഭക്ഷണ സുഖമില്ല, ഉറപ്പില്ല, മൂട്ട കടിച്ചിട്ട് അങ്ങനെ 2.5 കൊല്ലം 3 കൊല്ലം 4 കൊല്ലത്തിന് ഓരോ ഇതിൽ ജയിലിൽ കിടന്നിട്ട് അവർ യുദ്ധങ്ങൾ. ചിലർ കൈയൊടിക്കണം, അടിച്ചിട്ട് കാറ്റുകൊണ്ടടിച്ചിട്ട് കൈയൊടിക്കണം, കാലൊടിക്കണം. അതൊന്നും അവിടെ ചോദിക്കാനോ പറയാനോ ഒന്നും ഒരാളില്ല. കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ വാദന്മാരാണ്. അവരോട് ചോദിക്കാനോ പറയാനോ ഒരാളുമില്ല. ബ്രിട്ടീഷുകാരിലുള്ളൂ. ഇന്ത്യക്കാരിൽ നമ്മളെ ഇന്ത്യയിലെ ഭരണകൂടമൊന്നുമല്ലല്ലോ അവിടെ. ബ്രിട്ടീഷുകാർ ഏർപ്പാട് ചെയ്യണു, അവർ തച്ച് തൊഴിക്കണു. ഇതായിരുന്നു ഓരോ ജയിലിലെയും അവസ്ഥ. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഈ സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇത്രയധികം ക്ലേശങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പോൾ കുഞ്ഞുമക്കളായ നിങ്ങൾ എല്ലാ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനിക്കുകയും വേണം. നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കുകയും വേണം. ഇതാണ് എനിക്ക് ഇന്നലെ പറയാം. ക്രിസ്ത്യനല്ല, മുസ്ലിമല്ല,
ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ പലതരം പല നിറം ഭാഷ വേഷഭൂഷകൾ ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന് ഒരു നിറം ഒരേ നിറം വിയർപ്പിനൊന്നും ഒരു നിറം വേദനയ്ക്കൊരേ വിധം കണ്ണുനീരൊരേ വിധം രക്തമൊക്കെ ഒരു വിധം വിയർപ്പിനൊറ്റ ഭാഷയാം ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയർ നമ്മൾ മനുഷ്യർ പലതരം പല നിറം ഭാഷ വേഷഭൂഷകൾ ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന് തർജ്ജമയ്ക്കു കിട്ടിടാത്തൊരൊറ്റ ഭാഷ മർത്യമാനസം സരോവരം നമുക്കു പാടാം ഇന്ത്യ 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 എന്നു മുറ്റതാക്കുവാൻ ഹൃത്തടത്തിൽ നിന്നുയർക്കും ഐക്യശക്തിയാകണം ഇന്ത്യ പെറ്റ മക്കൾ നമ്മളെന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയ നമ്മൾ മനുഷ്യർ പലതരം പല നിറം ഭാഷ വേഷഭൂഷകൾ ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന് പിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് चंदा ऊंचा रहे हमारा विजयी विश्व तिरंगा प्यारा चला അവളെന്തേ ക്ലാസ്